മാർക്കോ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആഷിഖ് കപൂർ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബിഗ് അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ക്രിസ്തുമസിലെ ആദ്യത്തെ മലയാള റിലീസായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഒരു രണ്ടഭിപ്രായം പലയിടത്തും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിത്രത്തിന് രണ്ടഭിപ്രായമില്ല, ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തിരികൊളുത്തിയിരിക്കുന്നു. എങ്ങും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി സംഭവിക്കാനുള്ളത് ബോക്സ് ഓഫീസ് കൊളുത്ത് ആൻഡ് ബോക്സ് ഓഫീസ് വേട്ടയാണ്. ഓരോ മണിക്കൂറിലും 2000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ ചിത്രത്തിൻ്റെതായി സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അമൽനീരത്തിലുണ്ടായ ഒരു ആഷിഖ് കപൂർ ചിത്രമാണ് ഇതെന്നും ആ ഒരു പാറ്റേൺ മേക്കിംഗ് സ്റ്റൈലാണ് ഈ ഒരു ചിത്രത്തിൽ ആഷിഖ് കപൂർ സ്വീകരിച്ചത് എന്നൊക്കെയാണ് സിനിമ കണ്ട പ്രേക്ഷകർ ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്റർ കണ്ട സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈഫിൾ ക്ലബ്ബ് എന്ന ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ബോഗൻ വില്ല, അതുപോലെ ഭീഷ്മപർവം എന്നീ ചിത്രങ്ങളെ പോലെ ഒരു കളർ ടോണും സോഗെല്ലാം നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പടം വേറെ ലെവൽ, വേറെ മാതിരി എന്നാണ് പലരും സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഇനി ബോക്സ് ഓഫീസിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. മാർക്കോ എന്ന ചിത്രത്തിന് ശക്തനായിട്ട് എതിരാളിയായിട്ട് റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അറിയാനുള്ളത് മാർക്കോ എന്ന ചിത്രത്തിന്റെ റിപ്പോർട്ടാണ്. നാളെ രാവിലെ 10 മണിക്ക് തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഇപ്പോൾ മണിക്കൂറിൽ 2000-ഓളം ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വേഗത ചിത്രത്തിന്റെ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 2 കോടിയുടെ അടുത്തേക്ക് കേരളത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മാത്രം ഏകദേശം 3.5 കോടി 4 കോടിൻ്റെ ഇടയിലുള്ള കളക്ഷൻ നേടും എന്നുള്ള റിപ്പോർട്ടാണ് ട്രാക്കിങ്ങിൽ നിന്നും വ്യക്തമാവുന്നത്. എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണ് ചിത്രം നേടിയെടുക്കുന്നതെങ്കിൽ ഒട്ടനവധി സ്പെഷ്യൽ ഷോകളും തേർഡ് ഷോകളൊക്കെ ആയിട്ട് കളം നിറയുന്ന ഒരു ചിത്രമായി തീരും നാളെ മാർക്കോ. നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.